ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ മൃദുല ഇസ്ലാൽ, ആയുർവേദ ഫിസിഷ്യൻ ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്, ആയുസ് വെൽനസ് ഹോസ്പിറ്റൽ. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, യുവർ വെൽനസ് ലൈഫ്. അപ്പൊ ഇതിലെല്ലാരും തന്നെ വെൽനസ് പ്രൊമോട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മള് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, അതിന് കറക്റ്റ് ആയിട്ട് ഇപ്പോ ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതാണെങ്കിലും കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അതില് നമുക്ക് പുതിയ അഡീഷൻ ആയിട്ട് കമ്പനി 4 പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ മാർക്കറ്റിൽ വന്നപ്പോ തന്നെ എല്ലാരും അത്യാവശ്യം മേടിച്ചിട്ടുണ്ടായിരിക്കും, കുറെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ പറ്റി ഒരു ക്ലിയർ ആയിട്ടുള്ള സെഷനാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അതിൽ തന്നെ രണ്ട് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇത് നമ്മുടെ വെൽനെസ്സിനായിട്ട് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഇത് യൂസ് ചെയ്യണം, അതുപോലെ എന്തൊക്കെ കേസിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ഏത് രീതിയിലൊക്കെ ഇത് യൂസ് ചെയ്യാം, എങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യണം, എങ്ങനെയുള്ളവർ യൂസ് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ 4 പ്രോഡക്ട്സും 4 ഡിഫറെന്റ് കാറ്റഗറീസിൽ വരുന്നതാണ്. അപ്പോ ആദ്യമേ അനൗൺസ് ചെയ്തപ്പോ തന്നെ നമ്മൾ ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളും എക്സ്പ്ലനേഷൻ എല്ലാം നോക്കിയപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള 4 പ്രോഡക്ട്സ്. ഇപ്പം വൈറ്റമിൻ സിയുടെ ച്യൂവബിൾ ടാബ്ലറ്റ് ആണെങ്കിലും, മൊറിക്വിന ക്യാപ്സ്യൂൾ ആണെങ്കിലും, ആന്റാസിഡ് ച്യൂവബിൾ ടാബ്ലറ്റ്സ് ആണെങ്കിലും, അതേപോലെ പീഡിയാട്രിക് ഡ്രോപ്പ് വന്നിട്ടുണ്ട്, IDVS ഡ്രോപ്പ്. ഈ 4 എണ്ണവും 4 ഡിഫറെന്റ് മേഖലകളിൽ നിൽക്കുന്ന പ്രോഡക്ട്സ് ആണ്. 4 ഡിഫറെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് ഈ പ്രോഡക്ട്സിന് എല്ലാം തന്നെ വരുന്നത്. അപ്പൊ ഇതില് എല്ലാം ഒന്നിനൊന്നും മികച്ചത് തന്നെയാണ്. എങ്കിലും അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ നോക്കിയപ്പോ ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഓൺ ആൻഡ് ഓൺ വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റ്സ് ആണ്. കാരണം എനിക്ക് എന്റെ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യാനും എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒന്നായത് കാരണം തന്നെയാണ്. ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചാല് ഓൾമോസ്റ്റ് സിമിലർ, അതായത് അതിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ച്യൂവബിൾ ടാബ്ലറ്റ് ഫോമിലൊന്നും അല്ലെങ്കിൽ പോലും കണ്ടന്റ് വൈസ് ഓൾമോസ്റ്റ് സെയിം ഇഫക്റ്റും കാര്യങ്ങളും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ മോറോ ലൈഫ് ഉണ്ട്. അതും വൈറ്റമിൻ സി സോഴ്സ് ആണ്. നമ്മുടെ ഈ ഒരു സ്കിൻ ഹെൽത്തിനാണെങ്കിലും കൊളാജൻ പ്രൊഡക്ഷൻ എല്ലാം ബൂസ്റ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ എഫക്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ അതിൽ നിന്നും ഈ ഒരു ഓൺ ആൻഡ് ഓൺ വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റിന് കുറേയേറെ ഡിഫറൻസ് ഉണ്ട്. അത് കഴിക്കുന്ന രീതി ആണെങ്കിലും അതിന്റെ ഡോസേജ് ആണെങ്കിലും അതേപോലെ അതിന്റെ പാലറ്റബിലിറ്റി ആണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. അതേ കണക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതിന്റെ റേറ്റ് തമ്മിലും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോ ഈ ഒരു ഒറ്റ ടാബ്ലറ്റിന്റെ ഒരു ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് 90 ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് 2.5 months നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ മോറോ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു കംപ്ലീറ്റ് ബോക്സ് എടുക്കുകയാണെങ്കിൽ 30 സാഷേറ്റ്സേ വരുന്നുള്ളൂ. 1 month കറക്റ്റ് യൂസേജ് ആയിരുന്നു. റേറ്റും കമ്പയർ ചെയ്യാൻ പറ്റുന്നതേ അല്ല, നല്ല വ്യത്യാസമുണ്ട്. ഇത് MRP തന്നെ അറൌണ്ട് 700 ഉള്ളൂ, 700 TP 560. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് കറക്റ്റ് രീതിയിൽ അത് കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്കാണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ പാക്കേജ് നോക്കിയാൽ തന്നെ അവർ മെയിൻലി ക്ലെയിം ചെയ്യുന്ന 3 ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. സപ്പോർട്ട്സ് ഇമ്മ്യൂണിറ്റി, പിന്നെ ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അത് കണക്ക് നമ്മുടെ ബോൺ ഹെൽത്ത്, ജോയിന്റ് ഹെൽത്തിനും സപ്പോർട്ടീവ് ആയിട്ടാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് പറയുന്നത്. ഇനി കണ്ടന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് ന്യൂട്രിയൻസ് 2 എണ്ണം വരുന്നുണ്ട്. വൈറ്റമിൻ സി, ടാബ്ലറ്റിന്റെ നെയിം പറയുന്നത് പോലെ തന്നെ വൈറ്റമിൻ സി ആണ് മേജർ ഒരു കണ്ടന്റ്. അതേപോലെ തന്നെ സിങ്ക് പറയുന്നത്, അംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്, ടർമറിക് റൈസോം എക്സ്ട്രാക്ട് ആൻഡ് ബയോഫ്ലാവനോയിഡ്സ് ആണ്. ഇനി ഇത് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി എങ്ങനെയാണ് ഈ പറയുന്ന ആക്ഷൻസിലേക്ക് എത്തുന്നത്, ഈ ജോയിന്റ് ഹെൽത്തിനാണെങ്കിലും എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇമ്മ്യൂണിറ്റി എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യമേ തന്നെ വൈറ്റമിൻ സിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ എല്ലാവർക്കും വളരെ കോമൺ ആണ്. ഇപ്പം
കുറെ പ്രോഡക്ട്സിനകത്ത് മെയിൻലി നമ്മൾ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം കാണുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്ന എക്സ്റ്റേണൽ സിറം സോഴ്സസ് ആയിട്ടാണ്. ഇപ്പോ സ്കിൻ ബ്രൈറ്റനിങ് സിറംസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. വേറെ പല കമ്പനീസിന്റെയും ടാബ്ലറ്റ്സ് അതെല്ലാം ക്ലെയിം ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ് എഫക്ട്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വൈറ്റമിൻ സിയുടെ എഫക്ട്. ഇത് മാത്രമാണോ വൈറ്റമിൻ സി കാരണമുള്ള ബെനിഫിറ്റ്? നമ്മൾ മെയിൻലി പറയുമ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ന്യൂട്രിയന്റ്, നമ്മുടെ ബോഡിക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അതിനകത്ത് തന്നെ വൈറ്റമിൻ സിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് റിപ്പയർ മെക്കാനിസം. എല്ലാ ബോഡിയിലെ എല്ലാ ടിഷ്യൂസും കറക്റ്റ് ആയിട്ട് അതെന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ റിപ്പയർ മെക്കാനിസം കറക്റ്റ് ആയിട്ട് നടത്തുക. ഇപ്പൊ ഒരു വൂണ്ട് ഉണ്ടായെന്ന് വിചാരിച്ചു, നമുക്ക് ഒരു വൂണ്ട് ഉണ്ടായാൽ പ്രോപ്പർ ആയിട്ട് അത് ഹീൽ ചെയ്യണം. ഒരുപാട് സമയം എടുത്ത് ഹീൽ ചെയ്യാനും പറ്റും, പെട്ടെന്ന് ഹീൽ ചെയ്യാനും പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ വൈറ്റമിൻ സി പോലുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിയിലുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വൂണ്ട് ഹീലിംഗ് മെക്കാനിസം ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അതായത് കൊളാജൻ പ്രൊഡക്ഷൻ. കൊളാജൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പ്രോട്ടീൻ ആണ്, നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ ഒരു മെയിൻ പാർട്ടാണ്. സ്കിൻ അതേ കണക്ക് നമ്മുടെ കരുണാസ്ഥി, നമ്മുടെ ബ്ലഡ് വെസൽസ് ആണെങ്കിലും ടെൻഡൻസ്, ലിഗമെന്റ്സ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേജർ പ്രോട്ടീനാണ്. അപ്പൊ ഈ പ്രോട്ടീന്റെ പ്രോപ്പർ ആയിട്ടുള്ള സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ഒരു മേജർ ആന്റി ഓക്സിഡന്റ് ആണ് ഈ വൈറ്റമിൻ സി. ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്റേണലിയും പല ട്രീറ്റ്മെന്റ്സിലും നമ്മൾ ഈ ഒരു വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗ്ലൂട്ടാതയോൺ പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. IV ഇൻട്രാവീനസ് ഇൻജെക്ഷൻസ് ആയിട്ടാണ് യൂഷ്വലി സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഈ ഒരു ഗ്ലൂട്ടാതയോൺ കൊടുക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ഗ്ലൂട്ടാതയോൺ മാത്രം നമ്മൾ ഇൻജെക്ട് ചെയ്യാറില്ല. അപ്പം അതിനൊരു സോഴ്സ് ആയിട്ട് വൈറ്റമിൻ സിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. കാരണം ഈ ഒരു റിപ്പയർ മെക്കാനിസം, ബോഡി മെക്കാനിസം ബൂസ്റ്റ് ചെയ്യുന്നത് കാരണം ഇതിന്റെ എഫക്റ്റും കൂടി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് വൈറ്റമിൻ സിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഇൻജെക്ഷൻസ് കൊടുക്കുന്നത്. ഈ ഒരു ആക്ഷൻ കാരണം തന്നെ പല മേഖലകളിൽ നമ്മൾ ഈ ഒരു വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഈവൻ ക്യാൻസർ തെറാപ്പിയിൽ പോലും വൈറ്റമിൻ സി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കും വളരെ ഓർമ്മയുള്ള ഒരു കാര്യമായിരിക്കും, കൊറോണ ഒക്കെ വന്ന സമയത്ത് ഈ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ചസ് ആണെങ്കിലും ലെമൺ ആണെങ്കിലും കൂടുതൽ കഴിക്കാൻ പറഞ്ഞിരുന്നു. അത് വൈറ്റമിൻ സിയുടെ റിച്ച് സോഴ്സ് ആയത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം കൊറോണ പോലുള്ള വൈറസസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റിലും മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കൊളാജൻ പ്രൊഡക്ഷൻ ഉള്ളത് കാരണം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും അതേ കണക്ക് ബാക്കി എല്ലാ ജോയിന്റ്സും പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യാനും റിപ്പയർ മെക്കാനിസം വഴി ഈ തേയ്മാനം പോലുള്ള കാര്യങ്ങൾ വേറെ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിനകത്തൊരു മേജർ കണ്ടന്റ് ആയിട്ട് പറയുന്നത് സിങ്ക് ആണ്. സിങ്കും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ബോഡി ഫങ്ഷനിൽ ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. പക്ഷെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ബോഡി നാച്ചുറലി ഈ സിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആകെ എക്സ്റ്റേണൽ സോഴ്സസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുനിന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റേഷനിൽ നിന്നോ മാത്രമേ നമുക്ക് ഈ സിങ്ക് എന്ന് പറയുന്ന ഒരു ന്യൂട്രിയന്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോ ഈ സിങ്കും ഈ ഒരു പ്രോഡക്റ്റിനകത്ത്, അതായത് ച്യൂവബിൾ ടാബ്ലറ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കറക്റ്റ് നോക്കുവാണെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആയിട്ടാണ്. സിങ്ക് ഓക്സൈഡ് വേറെയും ഒരുപാട് പ്രോഡക്ട്സിൽ നമ്മൾ കാണാറുണ്ട്. മെയിൻലി സൺസ്ക്രീൻസിലാണ് ഇതൊരു ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ്. അപ്പം ഇതിന്റെ ഒരു മേജർ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് UV റേഡിയേഷൻസ് കാരണം ഉണ്ടാവുന്ന ഡാമേജസ് കുറയ്ക്കാൻ ഈ സിങ്ക് ഓക്സൈഡ് വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അത് കാരണം തന്നെ കുറെ മെഡിക്കേറ്റഡ് ക്രീംസ്, ഓയിൻമെന്റ്സ്, ഇപ്പം ഈവൻ വൂണ്ട് ഹീൽ ചെയ്യുന്ന പല ഓയിൻമെന്റ്സിൽ പോലും ഒരു മേജർ കണ്ടന്റ് ആയിട്ട് ഈ ഒരു സിങ്ക് ഓക്സൈഡ് വരുന്നുണ്ട്. അതേപോലെ ഇത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുമ്പോൾ, ഇന്റേണലി യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണെങ്കിലും പിമ്പിൾസ്, ആക്നെ ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു എഫക്റ്റും വരുന്നുണ്ട്. ഇനി സിങ്കിനും നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ സിയുടെ പോലെ തന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. പല ഇൻഫ്ലമേഷൻ, ഇപ്പം നീരും കാര്യങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും
നല്ല രീതിയിൽ കുറയ്ക്കാൻ ഈ ഒരു സിങ്കിന് സാധിക്കും. പിന്നെ പല ക്രോണിക് ഡിസീസസ്, ഇപ്പം ഹാർട്ടിന്റെ ഡിസീസസ് ആണെങ്കിലും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നതിനാണെങ്കിലും ഈവൻ ക്യാൻസറിലും ഒക്കെ ഈ സിങ്കിന് നല്ല റോൾ ഉള്ളതായിട്ട് പല സ്റ്റഡീസിലും, ഇപ്പൊ റീസെന്റ് സ്റ്റഡീസിൽ അങ്ങനെ നമുക്ക് കുറെ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം സിങ്കും വളരെ നമ്മുടെ ബോഡിക്ക് യൂസ്ഫുൾ ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ബോഡിയിൽ ഇതിന് ഒരു സോഴ്സ് ഇല്ല. നമ്മൾ എക്സ്റ്റേണലി തന്നെ ഇത് ഫുഡിൽ നിന്നാണെങ്കിലും സപ്ലിമെന്റേഷനിലാണെങ്കിലും ഈ ഒരു സിങ്കിന്റെ കണ്ടന്റ് ബോഡിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് കണ്ടന്റ് ആണെങ്കിലും വളരെ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് ഈ ഒരു വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റിന്റെ. ഇനി രണ്ട് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്, ഫ്രൂട്ട് സോഴ്സസ് ആണ് വരുന്നത്. ഇപ്പൊ എടുത്തു പറയേണ്ട നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വൈറ്റമിൻ സി, സിങ്ക്, അത് കഴിഞ്ഞ് കാണിക്കുന്നത് അംലയാണ്. അംലയുടെ തന്നെ ഫ്രൂട്ട് എക്സ്ട്രാക്ട്. ഇപ്പൊ എല്ലാ പ്ലാന്റ് സോഴ്സസും പറയുമ്പോഴത്തേക്ക്, പ്ലാന്റ് സോഴ്സസ് ആണെങ്കിലും ആനിമൽ സോഴ്സസ് ആണെങ്കിലും അതിന്റെ എല്ലാം ഇഫക്റ്റ് ഓരോ പാർട്ടിനും ഡിഫറെന്റ് ആണ്. ഇപ്പം അംല നമ്മള് സാൻസ്ക്രിറ്റിൽ പറയുമ്പോൾ അതിന്റെ ആമലകി എന്നാ പറയുന്നത്. ആമലകിയുടെ ഫ്രൂട്ട്സിന് ഡിഫറെന്റ് ക്വാളിറ്റി ആണ്. അത് പഴുത്ത ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഒരു ഇഫക്റ്റ് ആണ്, ഉണക്കിയിട്ട് കഴിക്കുമ്പോൾ വേറൊരു ഇഫക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഇലയ്ക്ക് വേറൊരു പ്രോപ്പർട്ടി ആണ്, അത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള എഫക്ട് ഡിഫറെന്റ് ആണ്. കാരണം തന്നെ ഇവര് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അംല ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ്, അതായത് ഫ്രഷ് ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ ഒരു പ്രിപ്പറേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അംല എന്ന് പറയുമ്പോൾ വൈഡ് പ്രോപ്പർട്ടീസ് ഉള്ള, വൈഡ് റേഞ്ച് ഓഫ് പ്രോപ്പർട്ടീസ് വരുന്ന ഒരു വണ്ടർഫുൾ ഡ്രഗ് ആണ്. അപ്പൊ നമ്മുടെ ത്രിഫലാസ് ഉണ്ട്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ്. ഒരുപാട് ഇഫക്റ്റ് ഇപ്പൊ നമ്മുടെ സ്കിൻ ഹെൽത്തിനാണെങ്കിലും ചക്ഷുഷ്യമാണ്, അതായത് കണ്ണിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും പല കറികൾ കൂട്ടി കഴിക്കണം അങ്ങനെ പറയാറുണ്ട്. ഇതിന്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എല്ലാ രസങ്ങളും, 6 രസങ്ങളുണ്ട്, ഈ 6 ടേസ്റ്റുകളും എത്താൻ വേണ്ടിയിട്ടാണ് പല കറികൾ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ നെല്ലിക്കയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 6 രസങ്ങളിനകത്ത് ഉപ്പൊഴിച്ച്, ലവണം ഒഴിച്ച് ബാക്കി 5 രസങ്ങളും ഉള്ള ഒരു ഫ്രൂട്ടാണ് അംല. അപ്പൊ നമ്മുടെ ബോഡിക്ക് വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ രസങ്ങളും കിട്ടുന്നതിന്റെ ഒരു എഫക്ട് വരുന്നുണ്ട്. മാത്രമല്ല കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നല്ല കൂളാക്കുന്ന ഒരു ശീതവീര്യ ഡ്രഗാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പൊ നമ്മളെ ഫുഡിൽ തന്നെ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന ഒന്നാണ് നെല്ലിക്ക. അപ്പൊ ഇതും നാച്ചുറലി തന്നെ വെറുതെ ഒരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിലും അതൊരു റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് പറയുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള, ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഡെയിലി കഴിക്കാൻ പറയുന്ന ഒരു മെഡിസിൻ ആണ് ഇത്. ഓരോ അസുഖങ്ങൾക്കും ഓരോ അഗ്രി ഔഷധങ്ങളുണ്ട്, അതായത് അത് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കൺട്രോളിൽ എത്തിക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട്. ആ കാറ്റഗറിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഡെയിലി കഴിക്കാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അതേപോലെ അനീമിയ, പിന്നെ മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴും കഴിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറെ സ്റ്റഡീസിന് ഈ ഒരു നെല്ലിക്ക കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പം ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിലും അതേപോലെ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ നെല്ലിക്ക കറക്റ്റ് ഒരു രസായന പ്രോപ്പർട്ടി ഉള്ള, അതായത് ആന്റി ഏജിങ് പ്രോപ്പർട്ടി തരുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിനകത്ത്, ഗ്രൂപ്പ് ഓഫ് ഹെർബ്സിനകത്ത് വരുന്നത്. അതായത് തന്നെയാണ് ഈ ചവനപ്രാശത്തിന്റെ ഒക്കെ ഒരു മേജർ കണ്ടന്റ് ആയിട്ട് അമലകി, അംല വരും. അപ്പൊ അതും നമ്മുടെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഒരു മേജർ കണ്ടന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ടർമറിക് റൈസോം എക്സ്ട്രാക്ട്. ടർമറിക് മഞ്ഞളിനകത്ത് നമ്മൾ റൈസോം ആണ്, അതിന്റെ വേർഭാഗമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സ്ട്രാക്ട്, അതും ഫ്രഷ് ആയിട്ടുള്ള ടർമറിക്, അല്ലെങ്കിൽ നമ്മൾ ഹരിദ്ര എന്നാണ് പറയുന്നത്, ഹരിദ്രയുടെ എക്സ്ട്രാക്ട് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും പല രീതിയിൽ നമ്മളിപ്പം ആയുർവേദിക് മെഡിസിൻസിലാണെങ്കിലും ഡിഫറെന്റ് മെത്തേഡ്സിൽ ഇപ്പം ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, പിന്നെ നേസലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഈ ഒരു
മഞ്ഞൾ, പച്ചമഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് പറയുമ്പം ഇതിലും ഒരു അഗ്രൗഷധമായിട്ട് പറയുന്നത് ഈ ഒരു ഡയബറ്റിസ് തന്നെയാണ്. സാധാരണ നല്ല ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് മിക്ക ആയുർവേദ ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് അതിനകത്ത് പച്ചമഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കാനായിട്ട്. വളരെ എഫക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റിൽ വന്നേക്കുന്നത്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്ന മെയിൻ 2 ഡ്രഗ്സ് ഒന്നിച്ച് വന്നേക്കുക. ഇപ്പൊ പ്രമേഹകരമാണ്, അതേ കണക്ക് വിഷം. എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻസോ അലർജീസോ ടോക്സിൻസ് ബോഡീസിലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങൾ ഇച്ചിങ് ഉണ്ടെങ്കിൽ കണ്ടൂഹരമാണ്. കുഷ്ഠഹരം, സ്കിൻ ഡിസീസസിൽ അത് കണക്ക് വ്രണഹരമാണ്. നമുക്ക് എന്തെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കും. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്തെങ്കിലും കൃമിയുടെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പാണ്ടു മീൻസ് അനീമിയ, ഫെയിലായിട്ട് ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോഴത്തേക്കും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. പിന്നെ പനികളിലും നമ്മൾ സാധാരണ മഞ്ഞൾ കൊടുക്കാൻ പറയാറുണ്ട്. മെയിൻലി പനിയിൽ ഡയറക്റ്റ് മഞ്ഞളായിട്ട് പറയാറില്ല, മഞ്ഞളും ജീരകവും ഇട്ട കഞ്ഞി കൊടുക്കാൻ പറയാറുണ്ട്. കാരണം ഇത് വിശപ്പില്ലായ്മ മാറ്റും, പെട്ടെന്ന് വരുന്ന പനിയൊക്കെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രസവരക്ഷയിൽ പോലും നമ്മൾ ഈ ഒരു മഞ്ഞൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ പോസ്റ്റ്നേറ്റൽ കെയർ, നമ്മുടെ ഹോസ്പിറ്റൽസിലാണെങ്കിലും പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നസ്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ധൂമപാനം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. മൂക്കിലിങ്ങനെ മെഡിസിനൽ ഹെർബ്സ് വെച്ചിട്ട് ആവി പൊളിക്കും. ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഹരിദ്രാവർത്തിയാണ്. ഈ മഞ്ഞൾ വെച്ചിട്ട് തിരി ഉണ്ടാക്കി ഇത് കത്തിച്ച് അതിന്റെ ധൂമമാണ് കൊടുക്കുന്നത്. കാരണം ഇതിനൊരു ആന്റി ഫംഗൽ, ആന്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. എന്തെങ്കിലും മൈക്രോബ്സ് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളയാനുള്ള ഒരു ഇഫക്റ്റും കൂടിയുണ്ട്. നേരത്തെ ഈ പറഞ്ഞ അമ്ലയിലാണെങ്കിലും വൈറ്റമിൻ സിയിലാണെങ്കിലും ഒക്കെ ഉള്ള പോലെ തന്നെ ക്യാൻസറിൽ വരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ റിപ്പോർട്ട്സ് ഈ അമ്ലയ്ക്കും ഈ ടർമറിക്കിനും ഇപ്പം വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ ലാസ്റ്റ് വരുന്ന വെച്ചാൽ ബയോഫ്ലാവനോയിഡ്സ് ആണ്. ബയോഫ്ലാവനോയിഡ്സ് നമ്മൾ ഫ്രൂട്ട്സിനകത്തുനിന്നും വെജിറ്റബിൾസിനകത്തും ഒക്കെ കാണുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഒക്കെ ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓൺ ആൻഡ് ഓൺ വൈറ്റമിൻ സി ച്യൂവബിൾ ടാബ്ലറ്റിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പം അവര് ക്ലെയിം ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം, ഇഷ്യൂസ് ഇല്ല. അതേ കണക്ക് കുട്ടികൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിംഗിൾ ടാബ്ലറ്റ് ആണ് ഡോസേജ് വരുന്നത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ച്യൂവബിൾ ടാബ്ലറ്റ് ഇത് കഴിക്കുന്ന സാധാരണ നമ്മള് ഗുളികകളൊക്കെ കഴിക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് വിഴുങ്ങുന്നതല്ല, വായിലിട്ട് അലിയിച്ച് കഴിക്കുക. അത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റിലോട്ട് പോവാണ്. ഓൺ ആൻഡ് ഓൺ മുരിങ്ങ ക്യാപ്സ്യൂൾ. മുരിങ്ങ ക്യാപ്സ്യൂള് വളരെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അതിനകത്ത് പറയുന്നത് മുരിങ്ങ ലീഫിന്റെ പൗഡർ വരുന്നുണ്ട്, പൈപ്പറിൻ ഫ്രൂട്ട് എക്സ്ട്രാക്ട്, ടർമറിക് റൈസോം പൗഡർ, ടർമറിക് റൈസോം എക്സ്ട്രാക്റ്റും വരും. ഇതിന് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്കുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പൈറുലിന ഗോൾഡ്. ഏതാണ്ട് അതിന്റെ ഒരു ഇഫക്റ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഡെയിലി നമുക്ക് കംപ്ലീറ്റ് ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസിനുള്ള എനർജി വരിക, ഒരു ആക്റ്റീവായിട്ട് നിൽക്കാൻ സഹായിക്കുക, ആ ഒരു എനർജി സോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മുടെ പാക്കേജിൽ കൊടുത്തിരിക്കുന്നത് സപ്പോർട്ട് സ്റ്റാമിന, സപ്പോർട്ട്സ് ഡൈജസ്റ്റീവ് ഹെൽത്ത്, സപ്പോർട്ട്സ് ജോയിന്റ് ഹെൽത്ത്. ഇതിന്റെ പാക്കേജിലും ഒരു ബോക്സ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് 60 ക്യാപ്സ്യൂൾസ് ആണ് വരുന്നത്. ഡോസേജ് പെർ ഡേ 1 ക്യാപ്സ്യൂളെ നമുക്ക് കഴിക്കാൻ പറ്റൂ, മാക്സിമം 1 ക്യാപ്സ്യൂൾ. പിന്നെ ഈ 2 പ്രോഡക്ട്സിനകത്തും പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഒരിക്കലും ഒരു മെഡിസിൻ അല്ല, സപ്ലിമെന്റേഷൻ ആണ്. പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ കഴിക്കുക. പ്രത്യേകിച്ച് ഒരു അസുഖത്തില് ഇത് ഒരു എഫക്റ്റീവ് ആണെന്നൊന്നും കമ്പനി ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു മെഡിസിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ അത് എഫക്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിന്റെ കണ്ടന്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് വളരെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞാൽ മറ്റേ വൈറ്റമിൻ സി ടാബ്ലറ്റിനകത്ത് ഒരു 5 കണ്ടന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ മുരിങ്ങ ക്യാപ്സ്യൂളിനകത്ത് ആകെ 3 സാധനങ്ങൾ വരും, 3 നാച്ചുറൽ സോഴ്സസ്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ടർമറിക് റൈസോം പൗഡർ,
ടർമറിക് റൈസോം എക്സ്ട്രാക്റ്റും വന്നിട്ടുണ്ട്. അതായത് മഞ്ഞൾ ഇതിനകത്തൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതിന്റെ വീണ്ടും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അഡീഷണൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് മുരിങ്ങ ലീഫ് പൗഡർ. മുരിങ്ങ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് സാധനം. നമ്മൾ യൂഷ്വലി കഴിക്കുന്ന മുരിങ്ങ തന്നെ. അപ്പൊ മുരിങ്ങയുടെ ഇലയുടെ പൊടിയാണ്. പിന്നെ വരുന്ന പൈപ്പറീൻ ഫ്രൂട്ട് എക്സ്ട്രാക്ട്. പൈപ്പറീൻ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കറിയാത്ത എന്തോ സാധനമാണെന്ന് തോന്നും. അതും നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ കുരുമുളക്, നല്ല മുളക് എന്നൊക്കെ പറയുന്ന അതാണ് കണ്ടന്റ്. അപ്പൊ അതിന്റെ ഫ്രൂട്ട് എക്സ്ട്രാക്ട് നമ്മുടെ കുരുമുളക്, അത് ഡ്രൈ ആയിട്ടുള്ളതല്ല ഇവര് പറയുന്നത്, ഫ്രഷ് ആയിട്ടുള്ളതായത് കാരണമാണ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതും ഡിഫറെന്റ് പ്രോപ്പർട്ടി വരും. ഉണങ്ങി കഴിഞ്ഞ ഒരു പ്രോപ്പർട്ടിയാണ്, ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ കുരുമുളകിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ മുരിങ്ങയുടെ പ്രോപ്പർട്ടീസ് നോക്കാം. മുരിങ്ങ എന്ന് പറയുമ്പോൾ നമ്മള് ആയുർവേദത്തിൽ ശിഗ്രു എന്നാണ് പറയുന്നത്. ശിഗ്രു ഒരുപാട് അസുഖങ്ങളിൽ നമ്മൾ നല്ല റിസൾട്ട് കാണുന്ന ഒരു മെഡിസിനൽ ഹെർബാണ്. ഇപ്പം BP ഉള്ളവർക്ക് BP റെഗുലേറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസം നടക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു മുരിങ്ങയുടെ ഫ്രൂട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ വൈറ്റാലിറ്റി, മെയിൻലി വൈറ്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മുരിങ്ങയ്ക്ക് വളരെ നല്ലൊരു ഇഫക്റ്റ് ആണ്. അതേപോലെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്ത്, ചക്ഷുഷ്യമാണ്. ഈ ശിഗ്രവും ചക്ഷുഷ്യമായിട്ടുള്ള ഒരു ഹെർബാണ്. അപ്പൊ ഇത് പല കണ്ണിന്റെ മെഡിസിൻസിനകത്തും അക്ക പ്രിപ്പറേഷൻസ് ആയിട്ടും ഒക്കെ പല ആയുർവേദിക് ഐ ഡ്രോപ്സിലും നോക്കിയാൽ ഒരു മേജർ കണ്ടന്റ് ആണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. ആ ഒരു എഫക്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കഫവാത റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക കണ്ടീഷൻസ്, മെയിൻലി ഗൈനക്കോളജിക്കൽ ഇഷ്യൂസിലാണെങ്കിലും ഇതിന് നല്ല എഫക്റ്റ് ഉണ്ട്. അത് കണക്ക് ലോ ബാക്ക് ഏക്ക്, പിന്നെ ഇതിനൊരു ബ്ലഡ് പ്യൂരിഫയിങ് ആക്ഷനും ഉണ്ട്. അത് കാരണം തന്നെ ഈ ഒരു ബ്ലഡ് പ്യൂരിഫയിങ് ആക്ഷൻ ഉള്ളത് കാരണം രക്തദുഷ്ടി കാരണം ഉണ്ടാകുന്ന പല കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ആക്നി, പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സ് വരുന്നു, അങ്ങനെയുള്ള കണ്ടീഷൻസും മാനേജ് ചെയ്യാൻ നമ്മുടെ ഈ മുരിങ്ങയ്ക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇതിനൊരു ദീപന എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഡൈജഷനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ, പ്രോപ്പർ ആക്കാനും ഹെൽപ്ഫുൾ ആണ്. പിന്നെ ആന്റി ടോക്സിക് ആണ്. നേരത്തെ മഞ്ഞളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും ഈ ഒരു മുരിങ്ങ എന്ന് പറയുന്ന മെഡിസിനൽ പ്ലാന്റ്. ഇത്രയാണ് ഷിഗ്രുവിന്റെ ഒരു പ്രോപ്പർട്ടീസ് പറയുന്നത്. ഇനി അടുത്തത് നമ്മള് സെക്കൻഡ് ഇതിനകത്ത് കണ്ടന്റ് വരുന്ന മരിച്ചം. മരിച്ചം എന്ന് നമ്മൾ കോമൺലി പറയുന്നത് പൈപ്പറീൻ ആണ്. ആയുർവേദത്തിൽ പറയുന്നതാണ് മരിച്ചം, അല്ലെങ്കിൽ നമ്മൾ കോമൺലി പറയുമ്പോൾ കുരുമുളക്. അതിന്റെ തന്നെ ഫ്രഷ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ തന്നെ കോമൺലി എല്ലാവർക്കും അറിയാവുന്ന കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ കുരുമുളക് യൂസ് ചെയ്യുന്ന, ഒരു പനി വന്നാൽ എല്ലാവരും ആദ്യമേ ചെയ്യുന്നത് കുരുമുളക് ഇട്ട് ഒരു കാപ്പി കുടിക്കുക എന്നുള്ളത്. അപ്പം ഏറ്റവും നല്ല പ്രോപ്പർട്ടി നമ്മൾ തന്നെ അറിയാവുന്ന, അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഒരു പനിയോ ജലദോഷമോ വന്നാൽ അത് മാറാനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി, സ്വന്തമായിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് ഇപ്പൊ പനി വരുമ്പോ എന്ത് കാരണമാണ് ഈ കുരുമുളക് ഇട്ട് കഞ്ഞിയാണെങ്കിലും ഒക്കെ കൊടുക്കുന്നത്, കറികളിനകത്തും കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് രുചിയമാണ്. അതായത് നമ്മുടെ ടേസ്റ്റ് പെർസെപ്ഷൻ എല്ലാം ഈ പനി വരുമ്പോൾ പോയിരിക്കും. അപ്പൊ ആ ടേസ്റ്റ് പെർസെപ്ഷൻ പ്രോപ്പർ ആക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനായിട്ടും, എന്തെങ്കിലും കൃമിയുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കംപ്ലീറ്റ്ലി മാറ്റാനായിട്ടും, പിന്നെ ശ്വാസം മുട്ട് കണക്കുള്ള കണ്ടീഷൻസിനകത്ത്, ശ്വാസം മുട്ടൽ മിക്ക മെഡിസിൻസിനകത്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു മേജർ കണ്ടന്റ് ആണ്. ആസ്മ അല്ലെങ്കിൽ അലർജി കണ്ടീഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഹൃദ്രോഗം, ഹേർട്ട് ഡിസീസസിനകത്തും മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി പല കേസസിലും പല മെഡിസിനൽ കോമ്പിനേഷൻസ് ആയിട്ട് ഈ കുരുമുളകിനുണ്ട്. അത് കണക്ക് വേറെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒബീസിറ്റി മാനേജ്മെന്റിനും ഈ കുരുമുളകിനകത്തുള്ള പല കണ്ടന്റ്സും അതിനകത്തുള്ള പല കെമിക്കൽസും ഒബീസിറ്റി മാനേജ്മെന്റിന് വരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ പീരീഡ്സ് ആകാത്ത സ്ത്രീകൾക്ക് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനും ഈ ഒരു കുരുമുളക് കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഇത് കുറച്ച് തീക്ഷ്ണ പ്രോപ്പർട്ടിയാണ്, ഉഷ്ണവീര്യമാണ്, തീക്ഷ്ണമാണ്. അത് കാരണം അങ്ങനെ പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനും ഫാമിലിയോറി പോലുള്ള കണ്ടീഷൻസിലും ഈ കുരുമുളക്
ഉള്ള മെഡിസിൻസും അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് കൊടുക്കാനുണ്ട്. പിന്നെ റെക്കറന്റ് ആയിട്ട് വരുന്ന പനി, വിഷമജ്വരം എന്ന് പറയും, മാറാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാതെ നിൽക്കുന്ന പനിയൊക്കെ മാറാനായിട്ടുള്ള മെഡിസിൻസിന്റെ ഒരു മേജർ കണ്ടന്റാണ് ഈ കുരുമുളക്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു എല്ലാ കണ്ടന്റ്സിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു, എന്തൊക്കെ യൂസസ് ആണ് വരുന്നത്. അപ്പോ ഈ സ്റ്റാമിന എങ്ങനെ കൂട്ടുന്നു, ഇത് ഡൈജഷനിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ജോയിന്റ് ഹെൽത്തിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ കണ്ടന്റ്സ് ഓരോന്നായിട്ട് എടുത്തു നോക്കുമ്പോൾ അറിയും. പക്ഷെ ഈ മുരിങ്ങ, അതേ കണക്ക് കുരുമുളക്, മഞ്ഞള്, ഇത് മൂന്നിന്റെയും നമ്മളിപ്പോ ആയുർവേദിക് മെഡിസിൻസ് എടുക്കുമ്പോൾ എല്ലാ മെഡിസിൻസിന്റെയും മെഡിസിനൽ പ്രോപ്പർട്ടി, ഒരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യാമോ എന്ന് അറിയുന്നത് മെയിൻലി രസപഞ്ചകങ്ങൾ നോക്കിയിട്ടാണ്. രസപഞ്ചകം എന്ന് വെച്ചാൽ 5 ഫാക്ടേഴ്സ് ആണ്. രസ, ഗുണ, വീര്യ, വിഭാഗ, പ്രഭാവം. ഒരു മെഡിസിന്റെ രസഗുണ, വീര്യ, വിഭാഗ, പ്രഭാവങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അത് കൊടുക്കാൻ പറ്റുമോ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രസം എന്ന് വെച്ചാല് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ മേജർ ടേസ്റ്റ് എന്താണ്, അതായത് മെജോറിറ്റി ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു ടേസ്റ്റ് എന്താ. ഞാൻ നേരത്തെ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞു, അതിനകത്ത് 5 രസങ്ങൾ വരുന്നുണ്ട്, ഉപ്പ് ഒഴിച്ച് 5 രസങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് കടുരസം എന്ന് പറയും. കടു എന്ന് വെച്ചാൽ നല്ല എരിവാണ്. ഈ മുരിങ്ങയ്ക്കകത്താണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ തോന്നത്തില്ല, പക്ഷെ അതിന്റെ കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ വരുന്നത് എരിവ്, കടുരസമാണ്. കുരുമുളകിനാണെങ്കിലും മഞ്ഞളിനാണെങ്കിലും ഇത് ഡൈജസ്റ്റ് ആയി കഴിയുമ്പോൾ എന്ത് ടേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ വിഭാഗം എന്ന് പറയുന്നത്. ആ ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 3 ഡ്രഗ്സിനും, അതായത് മുരിങ്ങയ്ക്കാണെങ്കിലും കുരുമുളകിനാണെങ്കിലും മഞ്ഞളിനാണെങ്കിലും, ഇത് 3 ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ കടുരസം, കഴിക്കുന്ന സമയത്തും കടുരസമാണ്, ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും കടുരസമാണ്. ഈ കടുരസം എന്ന് വെച്ചാൽ കുറച്ച് തീക്ഷ്ണമാണ്. പിന്നെ ഇതിന്റെ 3ന്റെയും വീര്യം എന്ന് വെച്ചാൽ പൊട്ടൻസിയാണ്. ഇപ്പം തണുപ്പാണോ ചൂടാണോ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഓറഞ്ച് കഴിക്കുമ്പോൾ തണുപ്പാണ്, അല്ലെങ്കിൽ മുന്തിരി തണുപ്പുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പൊ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതല്ല പറയുന്നത്, നമുക്ക് ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് അത് കഴിച്ചു കഴിയുമ്പോൾ. ഇപ്പൊ പൈനാപ്പിൾ ചൂടാണ് എന്ന് നമ്മൾ പറയാം. ഇപ്പൊ ഓരോ ഡ്രഗ്സ്, ചിക്കൻ കഴിക്കുമ്പോൾ ചൂടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ എന്ത് പൊട്ടൻസിയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ 3 എണ്ണവും നോക്കുമ്പോൾ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് ഈ മുരിങ്ങയും കുരുമുളകും മഞ്ഞളിലും ചൂട് പൊട്ടൻസിയാണ്, ഉഷ്ണവീര്യമാണ്. ഉഷ്ണവീര്യമാണ്, കടുരസമാണ്. ഇതിന്റെ ഗുണങ്ങൾ നോക്കുമ്പോഴും രൂക്ഷം, തീക്ഷ്ണം, അങ്ങനെയുള്ള ഭയങ്കര പെനിട്രേറ്റിംഗ് ആക്ഷൻ ഉള്ള രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഉള്ളതിൽ പറഞ്ഞില്ല. ഈ മുരിങ്ങ ക്യാപ്സ്യൂളിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ രസം ഇങ്ങനെയാണ്, ഇതിന്റെ വീര്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിൽ ഒരു റീസൺ ഉണ്ട്. കാരണം ഇതെല്ലാം പെനിട്രേറ്റിംഗ് ആക്ഷൻ ആണ്, ചൂട് കൂട്ടുന്നതാണ്, നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂട്ടുന്നതാണ്, എരിവ് രസം കൂട്ടുന്നതാണ്. അപ്പൊ മെയിൻലി നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആകെ ഓർക്കേണ്ടത്, ഇത് പ്രഗ്നൻസി സ്റ്റേജിലും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ളവർക്കും ഒട്ടും അഡ്വൈസ്ഡ് അല്ല. കാരണം നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുമ്പോഴേ എപ്പോഴും പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിലും ലാക്ടേറ്റിംഗ് സമയത്തും കൂടുതലും ശീതവീര്യമുള്ള ഫുഡാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പൊ ശതാവരിയൊക്കെ കൊടുക്കാറുണ്ട് പാലിന്റെ ക്വാളിറ്റി കൂടാനായിട്ടും അതിനൊക്കെ തണുപ്പായിട്ടും കുറച്ച് ബ്രഹ്മണമായിട്ടുള്ള സ്വഭാവമുള്ള ഫുഡുകൾ, ഇപ്പൊ പാല് തന്നെ കഴിക്കാൻ പറയാറുണ്ട്. അങ്ങനെ ഉള്ള ഫുഡാണ് അഡ്വൈസ് ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് ഇതിനകത്തുള്ള 3 എണ്ണം. അപ്പൊ നമ്മൾ ചോദിക്കും, മറ്റേ വൈറ്റമിൻ സി ചുവബിൾ ടാബ്ലറ്റിനകത്ത് മഞ്ഞൾ വരുന്നില്ലേ, പക്ഷെ മഞ്ഞളുടെ കൂടെ അതിനകത്ത് അമ്ല വരുന്നുണ്ട്. അമ്മയ്ക്ക് നേരെ ഓപ്പോസിറ്റ്, അത് ശീതവീര്യമാണ്. നെല്ലിക്ക എന്ന് പറയുന്നത് ബോഡിക്ക് തണുപ്പ് വരുന്നത്, ആ ഒരു കോമ്പിനേഷനകത്ത് ആ ഒരു ഇഫക്ട് വരുന്നില്ല. പക്ഷെ നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂളിനകത്തുള്ള 3 ഡ്രഗ്സിനും ഒരേ കണക്ക് ആ പ്രോപ്പർട്ടി വന്നേക്കുന്നത് കാരണം, സൂക്ഷ്മം, തീക്ഷ്ണം, അങ്ങനെയുള്ള ക്വാളിറ്റീസ് വന്നേക്കുന്നത് കാരണം ഒരിക്കലും നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവർക്കും അതേ കണക്ക് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിനും ഇത് അഡ്വൈസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ തീക്ഷ്ണമായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുമ്പം ഇഷ്യൂസ് വരുന്ന ചില ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ഹൃദ്രോഗ മെഡിസിൻസ്, ഹാർട്ടിന്റെ സ്ഥിരമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം അവർക്ക് ഇത്രയും ഹീറ്റും കാര്യങ്ങളും ഒന്നും പറ്റണമെന്നില്ല. അപ്പോ ഈ മുരിങ്ങ ക്യാപ്സ്യൂൾസ് കൊടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, റെഗുലർ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്ക് അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് കൊടുക്കുക.
അതാണ് നോക്കേണ്ടത്. ഇതേപോലെ തന്നെ വൈറ്റമിൻ സി ചൂവബിൾ ടാബ്ലറ്റിനകത്ത് എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻസ്, ആ ബോക്സിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്യാപ്സ്യൂൾസ് ഉള്ള ടാബ്ലറ്റിന്റെ പെട്ടിക്കകത്ത് ബാക്കിൽ എഴുതിയിട്ടുണ്ട് പോളിയോൾസ് മേ ഹാവ് ലാക്സേറ്റീവ് എഫക്ട്. പോളിയോൾസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്വീറ്റ്നസ് ആണ്. നമ്മൾ അതിനകത്ത് നോൺ കാലറി കുറഞ്ഞ നാച്ചുറൽ സ്വീറ്റ്നസ് യൂസ് ചെയ്തിട്ടുണ്ട്, സൂക്രലോസ്, അതിനകത്ത് വരുന്ന ഒന്നാണ്. അപ്പൊ ചിലപ്പോ ഒരു ലാക്സേറ്റീവ് എഫക്ട്, ചിലർക്ക് കഴിക്കുമ്പോൾ ആദ്യമായിട്ട് ചെറിയ ലൂസ് മോഷൻ കണക്ക് പോറാണ്. പിന്നെ അതിനകത്ത് നെല്ലിക്കയും ആ ഒരു എഫക്ട് തന്നെ വരുന്നത്, നമ്മുടെ ബോഡി ക്ലെൻസ് ചെയ്യുന്ന എഫക്ട് കാരണം അങ്ങനെ വരാറുണ്ട്. എങ്കിലും അങ്ങനെ വലിയ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒന്നും ഇല്ല. ഇതിനകത്ത് രണ്ട് പ്രോഡക്റ്റിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ക്ലിയർ ആയിട്ട് ഇതിന്റെ ഡോസേജ് പറഞ്ഞിട്ടുണ്ട്. 1 ടാബ്ലറ്റ് പെർ ഡേ, നോട്ട് ടു എക്സീഡ് ദ റെക്കമെൻഡഡ് ഡെയിലി യൂസേജ്. കറക്റ്റ് ഒറ്റ ടാബ്ലറ്റ്. ഇപ്പം വൈറ്റമിൻ സി ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുക, മുരിങ്ങ ക്യാപ്സ്യൂൾ ആണെങ്കിലും ഒറ്റ ക്യാപ്സ്യൂളെ ഒരു ദിവസം യൂസ് ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇത് ഏത് സമയത്താണ് കഴിക്കുന്നത്, ഇപ്പൊ ഒരു നേരം കഴിക്കുക എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഏറ്റവും നല്ലതെന്ന് നോക്കിയാല് 2 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഇപ്പോ ഈ നമുക്ക് മെഡിസിൻസ് കഴിക്കാൻ ഔഷധ കാലങ്ങളുണ്ട്, 12 ഔഷധ കാലമുണ്ട്. അതിൽ തന്നെ ഫുഡിന്റെ കൂടെ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ട്, ഫുഡിന് മുന്നേ കഴിക്കുന്ന മെഡിസിൻസ്, ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കുന്നത്, അങ്ങനെ ഓരോ രീതിയിൽ കഴിക്കുമ്പോഴത്തേക്കും പല ഇഫക്റ്റ് ആണ്. അപ്പൊ ഇത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ 2 മെഡിസിൻസും ഫുഡിന്റെ ഇടയ്ക്ക് കഴിക്കുന്നു. അതായത് ഇൻ ബിറ്റ്വീൻ ബോളസ്. നമ്മൾ ഒരു ഉരുള ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് നെക്സ്റ്റ് ഉരുള, അങ്ങനെയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് ആണ്. പക്ഷെ അതൊക്കെ എല്ലാവർക്കും പോസിബിൾ ആകുമോ എന്ന് അറിയത്തില്ല, ചിലർ മറന്നുപോകും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് പുറകെ ഈ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളോ കുടിക്കും. ഏറ്റവും പ്രിഫറബിൾ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് നമ്മുടെ ലഞ്ച് കഴിഞ്ഞ് അതിന് തൊട്ട് പുറകെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോ ഈ 2 പ്രോഡക്റ്റിനെ പറ്റിയും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വെൽനെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഓൾറെഡി കഴിക്കുന്ന പ്രോഡക്ട്സ്, ഇപ്പം അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല കോമ്പിനേഷൻസിൽ വരുന്ന 4 പുതിയ പ്രോഡക്ട്സ് ആണ്. അപ്പൊ നമ്മുടെ യൂസസ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രോഡക്ട്സ് സെലക്ട് ചെയ്ത് ഇതെല്ലാരും നമ്മൾ മാക്സിമം നേരത്തെ തന്നെ യൂസ് ചെയ്ത് തുടങ്ങുക. കാരണം വളരെ വണ്ടർഫുൾ എഫക്ട്സ് ആണ്. ഇപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും നമ്മുടെ അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് കറക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അത് യൂസ് ചെയ്യുക, മാക്സിമം ബാക്കിയുള്ളവരിലേക്കും എത്തിക്കുക. നമുക്ക് നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ മെയിൻലി ഈ ഒരു വൈറ്റമിൻ സി ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പം നമ്മുടെ സ്കിൻ ഹെൽത്തിനാണെങ്കിലും സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കാറുള്ളത് ഇപ്പോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വൈറ്റമിൻ സി ആയിട്ട് തന്നെ പ്രോഡക്ട്സ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഡെയിലി യൂസ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനും പറ്റുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇതെല്ലാം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവർക്കും ഈ സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഈ സെഷൻ കേട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എപ്പോഴും ഓർക്കുക, നമ്മൾ പ്രൊമോട്ട് വെൽനെസ് ആൻഡ് റെഫർ ഇൽനെസ്. എപ്പോഴും നമ്മൾ എന്ത് പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ് ആയാലും പഴയ പ്രോഡക്റ്റ് ആയാലും സജസ്റ്റ് ചെയ്യുമ്പോൾ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് അത് റെഫർ ചെയ്യുക. അല്ലാതെ നമ്മൾ